വ്യക്തിത്വത്തിന്റെ തെളിമ ലോക ചരിത്രത്തിൽ ആരെയും വിസ്മയിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മുഴുവൻ കഥാകൃത്തുകളും ഓണപ്പാട്ട് പോലും ആ മനുഷ്യന്റെ വ്യക്തിത്വത്തിന്റെ മുമ്പിൽ നമിച്ചു നിന്നു. ഇന്നത്തെ യുവതലമുറയുടെ എല്ലാ സ്പന്ദനങ്ങളും ഉമറിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം തന്നെ തിരഞ്ഞെടുത്ത് മാറാൻ കഴിയുമെങ്കിൽ അള്ളാഹു ആക്കി തരട്ടെ. അങ്ങനെ നടന്ന മനുഷ്യൻ സ്വർണത്തിന്റെ കുപ്പായം ആ മനുഷ്യൻ ധരിച്ചിരുന്നു. ആ മനുഷ്യൻ സ്വർണത്തിന്റെ കുപ്പായം, സ്വർണ്ണ നൂലുകൾ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ എടുകിയുണ്ടാക്കി അദ്ദേഹത്തിന്റെ കുപ്പായം ഇട്ടുകൊണ്ട് വരുന്നത് കാണാൻ മക്കയിലെ പെൺകുട്ടികൾ കാത്തുന്നു. അത്രയും വലിയ ആർഭാടത്തിന്റെ ഉടമസ്ഥനായ ഉമർ ഒരു കാലഘട്ടത്തിൽ യുവത്വത്തിന്റെ പ്രതീകമായി സ്വർണ്ണ നൂലുകൾ കൊണ്ട് നെയ്തുണ്ടാക്കപ്പെട്ട കുപ്പായം ധരിച്ചുകൊണ്ട് കടന്നുപോയ ഉമറാണ്. ഒരു ദിവസം പ്രിയപ്പെട്ട മകൻ വന്നിട്ട് അബ്ദുല്ലാഹിബ്നു ഉമർ വന്നിട്ട് വാപ്പയോട് പറയുന്നു, വാപ്പാ, നാളെ പെരുന്നാളിന്റെ ദിവസമാണ്, എല്ലാവരും പുത്തൻ വസ്ത്രം ധരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോവുകയാണ്. ആ സമയത്ത് എനിക്ക് ധരിക്കാൻ ഒരു വസ്ത്രമില്ല വാപ്പാ. 70 പ്രാവശ്യം കണ്ടം വെച്ച വസ്ത്രവുമായിട്ട് പ്രിയപ്പെട്ട മകൻ വരുമ്പോ ആ സമയത്ത് രാജാധികാരി, ആ സമയത്ത് രാജാവ് കത്തെഴുതി ഖജനാവിന്റെ സൂക്ഷിപ്പുകാരന് എന്റെ പ്രിയപ്പെട്ട മകൻ വരുന്നുണ്ട്, അവന് വസ്ത്രം വാങ്ങിക്കാൻ വേണ്ടി 4 ദിർഹം കടമായിട്ട് കൊടുക്കണം. അടുത്ത മാസത്തെ എന്റെ ശമ്പളത്തിൽ നിന്ന് ഞാൻ തിരിച്ചു തന്നുകൊള്ളാം. കീറിപ്പറഞ്ഞ വസ്ത്രമായിട്ട് പെരുന്നാളിന്റെ തലേ ദിവസം തന്റെ മകൻ ഒരു വസ്ത്രത്തിന് വേണ്ടി വരുമ്പോ ആ സമയത്ത് 4 ദിർഹം കൊടുത്തു വിടണേ, അടുത്ത മാസത്തെ എന്റെ ശമ്പളത്തിൽ നിന്ന് ഞാനത് തിരിച്ചടച്ചു കൊള്ളാമെന്ന് തന്റെ സേവകനെ ഖജനാവ് സൂക്ഷിപ്പുകാരനെ കത്തെഴുതി. ഖജനാവ് സൂക്ഷിപ്പുകാരന്റെ മകൻ കത്ത് കൊണ്ടുവന്ന് കൊടുക്കുമ്പോ ആ കത്ത് വായിച്ച് ഖജനാവ് സൂക്ഷിപ്പുകാരൻ പറഞ്ഞു, ഇല്ല, 4 ദിർഹം തരാൻ നിർവാഹമില്ല. കാരണം തിരിച്ചയാള് ഖജനാവ് സൂക്ഷിപ്പുകാരൻ തിരിച്ച് കത്തെഴുതുകയാണ് രാജ്യത്തിന്റെ ഖലീഫക്ക്, ഖലീഫ ഉമർ, നിങ്ങൾ പറഞ്ഞ ഈ അപേക്ഷ സ്വീകരിക്കാൻ നിവൃത്തിയില്ല. കാരണം 2 നിബന്ധനകൾ നിങ്ങൾ തെറ്റിച്ചിട്ടുണ്ട്. ഒന്ന്, നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് മറ്റൊരാള് ജാമ്യം നിൽക്കാതെ പൈസ കൊടുക്കാൻ പാടില്ല. ഈ അപേക്ഷയുടെ കൂടെ ആരും ജാമ്യം നിന്നിട്ടില്ല. രണ്ടാമത്, അടുത്ത മാസം നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് തിരിച്ചടക്കാമെന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. അടുത്ത മാസം വരെ ജീവിച്ചിരിക്കുമെന്ന് ഉമറേ നിനക്കെന്താ ഉറപ്പുള്ളത്? നിനക്കെന്ത് ഉറപ്പാ ഉള്ളത്? അതുകൊണ്ട് ഈ അപേക്ഷ സ്വീകരിക്കാൻ കഴിയില്ലെന്ന് തിരിച്ചയച്ചു ഉമർ റളിയല്ലാഹു അൻഹുവിന്. കേരള ഹൗസിൽ മന്ത്രി താമസിക്കാൻ പോയപ്പോ ചമ്മന്തിക്ക് ഉപ്പ് കുറഞ്ഞതിന്റെ പേര് പരിചാരകനെ പിരിച്ചുവിട്ട് നാട് ഭരിച്ച മുഖ്യമന്ത്രിമാരുടെ നാട്ടിലാണ് ഞാൻ ഈ സംഭവം പറയുന്നത്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല ആ കത്തും കയ്യിൽ പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞു പോയി. അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ 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 അല്ലാഹുവേ, എനിക്ക് തെറ്റ് പറ്റിയാൽ തിരുത്താൻ കഴിയുന്ന ഈ അനുയായികൾ എനിക്ക് തന്ന റബ്ബേ, നിനക്കാണ് സർവസ്തുതി എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ മനുഷ്യനാരാ? ഒരു കാലത്തിൽ സ്വർണ്ണ നൂലുകൾ കൊണ്ട് നെയ്തുണ്ടാക്കപ്പെട്ട കുപ്പായം ധരിച്ച് നടന്നവൻ. സ്വന്തം മകന് പിറ്റേ ദിവസം പെരുന്നാളിന് കുപ്പായം എടുക്കാൻ കഴിയുന്നില്ല. ചെറുപ്പക്കാരെ, നിങ്ങൾക്കറിയോ ആ സമയത്ത് ആഫ്രിക്ക മുതൽ മൊറോക്കോ മുതൽ സൈപ്രസ് വരെ ഈ മനുഷ്യന്റെ ഭരണത്തിന്റെ കീഴിലാണ്. ഈ കാര്യം സംഭവിക്കുമ്പോ മകനൊരു ഉടുപ്പെടുക്കാൻ കഴിയാതെ 4 ദിർഹമിന് രാജാവ് അപേക്ഷ കൊടുക്കുമ്പോ മൊറോക്കോ മുതൽ സൈപ്രസ് വരെ ആഫ്രിക്കൻ ഭൂഖണ്ഡമടക്കം അറേബ്യൻ ഭൂഖണ്ഡമടക്കം ഈ മനുഷ്യന്റെ കാൽ കീഴിലാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. സ്വന്തം മകന് പെരുന്നാളിന്റെ തലേന്ന് ഉടുപ്പില്ലാതെ 4 ദിർഹമിന് അപേക്ഷ കൊടുത്തു വിടുമ്പോ മന്ത്രിയുടെ അപേക്ഷ പഞ്ചായത്ത് മെമ്പർ തള്ളിയാൽ എങ്ങനെ ഇരിക്കും? പിന്നെ അവൻ ജീവിതത്തിൽ മെമ്പറാവൂ? തള്ളി. ആ സമയത്ത് മൊറോക്കോ മുതൽ സൈപ്രസ് വരെ ഈ മനുഷ്യന്റെ കയ്യിലാണ്. ചില്ലറയല്ല. ജിബ്രാൾട്ടർ കടലെടുക്ക് മുതൽ സൈപ്രസ് സൂയസ് കനാല് വരെ ആ സമയത്ത് ഈ മനുഷ്യന്റെ കൽക്കീഴിലാണ്. റളിയല്ലാഹു അൻഹു. പഠിക്കണം ഉമറിനെ റളിയല്ലാഹു തആല അൻഹു.